നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുടെ ചില നടപടികൾ പൊതുജനങ്ങൾക്ക് വലിയ തലവേദനയായി മാറാറുണ്ട്. എന്നാൽ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമായും മാറിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു സംഭവം, അതായത് തലവേദനയായി മാറിയൊരു സംഭവം തൃശൂർ പൂരമായിരുന്നു. ഒരു പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ കാരണം അവിടെ മൊത്തവും വലഞ്ഞത് പൂരപ്രേമികളും ജനങ്ങളും ഒന്നടങ്കമാണ്. ഇപ്പോഴിതാ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിനെയും ജനങ്ങളെയും കുറിച്ചൊരു കാര്യം പറയുകയാണ്. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യുകയാണ്. പോലീസിനെ ജനങ്ങളല്ല, ജനങ്ങളെ പോലീസാണ് സാർ എന്ന വിളിക്കേണ്ടത് എന്നാണ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്നത്. ഭരണഘടന പറയുന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്മാരും പരമാധികാരം ഉള്ളവരാണ് എന്നാണ്. ഭരണഘടനയ്ക്ക് മുകളിൽ മറ്റൊന്നുമില്ല. അഭിഭാഷകർ മാത്രമല്ല, ഓരോ പൗരന്മാരും മനസ്സിലാക്കേണ്ട കാര്യമാണത്. UK-ലേതുപോലെ തന്നെ ഇന്ത്യയിൽ രാജാവില്ല, നമ്മൾ ഓരോരുത്തരുമാണ് രാജാവ്. പോലീസ് ജനങ്ങളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. പക്ഷേ ജനങ്ങൾക്ക് അതറിയില്ല എന്നതാണ് വാസ്തവം. പോലീസിന് നമ്മൾ സാർ എന്ന് വിളിക്കേണ്ടതില്ല. പബ്ലിക് സർവന്റുകളാണ് പോലീസ്. ജനങ്ങളുടെ സേവകരായ പോലീസ് നമ്മളെയാണ് സാർ എന്ന് വിളിക്കേണ്ടത്. പക്ഷേ നമ്മുടെ സേവകരായ ആളുകളെ നമ്മൾ സാർ എന്ന് വിളിക്കുകയും അവർ നമ്മളോട് മോശമായി പെരുമാറുകയുമാണ് ഇവിടെ നടക്കുന്നത്. മുതലാളിയെ ജോലിക്കാരൻ ചീത്ത പറയുന്നത് പോലെയാണ് അതെന്നും അദ്ദേഹം പറയുന്നു. ചവറ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച യുവത ഇന്ത്യയുടെ ഭാവിയെ രൂപപ്പെടുത്തൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മറ്റുള്ളവരുടെ കാര്യത്തിൽ വെറുതെ അഭിപ്രായം പറയുന്ന സ്വഭാവമുള്ളവരാണ് കേരളത്തിലെ സമൂഹം. നമ്മുടെ കാര്യങ്ങളെക്കാൾ മറ്റുള്ളവർ എന്തു ചെയ്യുന്നുവെന്ന് നോക്കിയിരിക്കുകയാണ് നമ്മുടെ ജോലി. കേരളം വിട്ട വിദേശത്തേക്ക് പോകണമെന്ന് നമ്മുടെ കുട്ടികൾക്ക് തോന്നലുണ്ടാക്കുന്നതിൽ കേരളീയരുടെ ഈ സ്വഭാവത്തിന് വലിയൊരു പങ്കുമുണ്ട്. നമ്മുടെ കുട്ടികൾ കേരളത്തിൽ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താൻ. കേരളത്തെയും ജനിച്ചു വളർന്ന കൊച്ചിയെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ PJ ജോഷ്വ അധ്യക്ഷത വഹിക്കുകയും ചെയ്തിരുന്നു. സമാന രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ചില പലതരത്തിലാണ്, അതായത് പോലീസിന്റെ നടപടികൾ. ഇതിനു മുൻപ് ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ അഭിഭാഷകനെ വളരെ മോശമായി പെരുമാറുകയും അഭിഭാഷകനെ തല്ലാൻ തയ്യാറായ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ സ്വമേധയാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഹൈക്കോടതി കേസെടുത്തത്. രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അഭിഭാഷകന് നേരെ ഇങ്ങനെയാണ്, പരാതി പറയാൻ വന്ന ഒരു അഭിഭാഷകന് നേരെ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ സാധാരണക്കാരനോട് എങ്ങനെയായിരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് എന്നായിരുന്നു അന്ന് കോടതി ചോദിച്ച ചോദ്യം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് തന്നെയാണ് അന്നും ആ കേസ് പരിഗണിച്ചത്. രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശനം ഉന്നയിച്ചത്. പോലീസ് മേധാവി അടക്കം കോടതിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന കാര്യം ഉണ്ടായിരുന്നു. ഇനിയും ഇത്തരത്തിൽ ആവർത്തിച്ച് സാധാരണക്കാരെ വളരെ നല്ല രീതിയിൽ സാധാരണക്കാരോട് പെരുമാറണം, അതിങ്ങനെ ആവർത്തിച്ച് പറയിപ്പിക്കേണ്ടി വരരുത്. അങ്ങനെ പറയുന്നത് വളരെ നാണക്കേടായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരാണ്, ജനങ്ങളുടെ സേവകരാണെന്ന് ഒരിക്കലും മറക്കരുത് എന്ന ആവർത്തിച്ച് പറയുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഇവിടെയും പറയുന്നത്. ജനസേവകരാണ് നിങ്ങൾ, ജനങ്ങളാണ് നിങ്ങളെ സാറെന്ന് വിളിക്കുക എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായ തെറ്റാണ്. നിങ്ങൾ വേണം ജനങ്ങളെ സാർ എന്ന് വിളിക്കാൻ. ഇനി അഥവാ സാർ എന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണക്കാരോട് എങ്ങനെ പേര് ഒരു മനുഷ്യത്വം എന്ന രീതിയിലെങ്കിലും ഒരു മനുഷ്യനായി പരാതി പറയാൻ വരുന്ന ഒരാളെ കാണാനുള്ള മനസ്സ് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും വേണം. എല്ലാവർക്കും അത് ഇല്ല എന്നുമല്ല പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചിലവർക്കൊക്കെ തന്നെ നല്ല രീതിയിൽ അവർ സാധാരണക്കാരോട് പെരുമാറാറുണ്ട്. ഈ പരാതിയുമായി വരുന്നവരോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. എല്ലാവർക്കും അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ വളരെ മോശമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥരും വളരെ കുറവല്ല കേരള പോലീസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.